ഹായ് എല്ലാവർക്കും നമസ്കാരം. അനൂസ് കിച്ചൺ വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ പഴയ കാലത്തെ ഏലാഞ്ചിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. നമുക്ക് പെട്ടെന്ന് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും ഇത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മളെ ഏലാഞ്ചി ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യമായിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ്, വളരെ കുറച്ച് നെയ്യ് മതി കേട്ടോ, ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ്, അതേപോലെ തന്നെ കിസ്മിസ്. അണ്ടിപ്പരിപ്പ് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അത് കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഓപ്ഷണലാണ്, തികച്ചും വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. പിന്നെ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും ചേർത്താൽ. അപ്പോൾ ഉണ്ടെങ്കിൽ ചേർക്കില്ല, എന്തെങ്കിലും കിസ്മിസ് ഇല്ല എന്നുണ്ടെങ്കിൽ കിസ്മിസ് വേണ്ട, വെറും അണ്ടിപ്പരിപ്പ് മാത്രം ചേർത്തോളൂ. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ലാസ്റ്റ് പഴം ആഡ് ചെയ്ത് കൊടുക്കാം. പഴം ആഡ് ചെയ്യുന്നത് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ എന്തായാലും 2 പഴം കട്ട് ചെയ്തിട്ട് അവസാനം ചേർക്കുന്നുണ്ട്. അപ്പോൾ കിസ്മിസോ അണ്ടിപ്പരിപ്പോ ഏത് നട്ട്സോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. അപ്പം അത് ചെറുതായിട്ട് കളറൊക്കെ മാറി വരുന്ന ആ ഒരു സമയം നമുക്ക് ചിരകി വെച്ചിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 കപ്പ് തേങ്ങ. അപ്പോൾ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങ ഒക്കെ ചെറുതായിട്ട് കളറ് മാറുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഒരു 2 ഏലക്ക ഒന്ന് ജസ്റ്റ് ചതച്ചെടുത്തിട്ട് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ പഴം എന്തായാലും അവസാനം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഴത്തിൻ്റെ ഒരു മധുരം ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾ പഴം ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ വേണമെങ്കിൽ നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ പഞ്ചസാര. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിന് നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളെ ദോശക്കുള്ളത് ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കളറിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നന്നായിട്ട് കട്ടയില്ലാതെ മിക്സ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇതാ നമ്മളെ മാവ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതുപോലെയാണ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്, കണ്ടില്ലേ? ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഒരു പാൻ വെച്ച് ഒരു ദോശ തവയോ എന്തെങ്കിലും വെച്ച് നമുക്കിത് ചുട്ടെടുക്കാം. അപ്പം ഞാൻ ദോശ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളെ മാവ് അധികം ചൂടാവാതെ തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പരത്തി നൈസായിട്ട് അങ്ങ് പരത്തി എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതുപോലെ നൈസായിട്ട് വേണം പരത്തിയെടുക്കാൻ. അപ്പോൾ ഇതിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാനായതുകൊണ്ട് ഞാൻ എണ്ണയൊന്നും തടവി കൊടുത്തിട്ടില്ല. നമ്മളെ സാധാരണ പഴയ ദോശക്കല്ലൊക്കെ ആണെങ്കിൽ കുറച്ച് എണ്ണ പരത്തി കൊടുത്തിട്ട് ചുട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഒരു സൈഡ് നമുക്ക് ഇത് അത്രയും നൈസാണ്. ചെറുതായിട്ട് ഇതുപോലെ ഈ ഒരു സൈഡ് തിരിച്ചങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പം നന്നായിട്ട് കളറ് മാറാതെ ഒരു വിധത്തിൽ കുക്കായി കിട്ടുന്ന ആ ഒരു പരുവത്തിൽ വേണം നമുക്ക് എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് മാറ്റിയിട്ട് എല്ലാം ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ റെഡി ആവുന്ന സമയം കൊണ്ട് ഓരോന്നൊഴിച്ച് റെഡിയാക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഫില്ലിങ്ങും റെഡിയാക്കി എടുക്കാം. അപ്പോൾ അടുത്തത് ഞാൻ ഇതുപോലെ തന്നെ ദോശ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് ആദ്യം റെഡിയാക്കി ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ച് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഇതിലേക്ക് ഞാൻ പറഞ്ഞു ഞാൻ അവസാനം കുറച്ച് പഴം ചേർത്ത് കൊടുക്കുന്നുണ്ടെന്ന്. അപ്പോൾ അതിന് വെച്ചിട്ടുള്ള പഴം 3 ചെറിയ പഴാട്ടോ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പഴത്തിൻ്റെ അളവ് കൂടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നോക്കിയിട്ട് ചേർക്കുന്നത്. അപ്പോൾ ഇത് കറക്റ്റാണ്. 3 ചെറിയ പഴമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ദോശ ഉണ്ടല്ലോ
അതിലേക്ക് ഈ ഫില്ലിങ് നന്നായിട്ട് വെച്ച് കൊടുക്കാം. അപ്പം കുറച്ച് നന്നായിട്ട് ഫില്ല് ചെയ്യണമെന്നില്ല, എന്നാലും കുറച്ച് വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് പിന്നെ കൂടുതലായാലും കഴിക്കാൻ പറ്റില്ല. മധുരമൊക്കെ കൂടുതൽ, ഈ പുറമേ ഉള്ള ഇത് കുറവ്, അങ്ങനെയുള്ള ഒരിത് വരും. അപ്പം ഇതിന് നന്നായിട്ട് ടൈറ്റായിട്ട് അങ്ങ് മടക്കി കൊടുക്കാം. ചൂടോടെ ചെയ്യുകയാണെങ്കിൽ ഇതിങ്ങനെ പൊളിഞ്ഞ് വരാണ്ട് ഇങ്ങനെ പറ്റി അവിടെ കിടന്നോളും. അപ്പോൾ ഇതാ നമ്മുടെ ഒരു ഏലാഞ്ചി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്ന് ഇതുപോലെ നമ്മളെ ഏലാഞ്ചി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ വെറുതെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. കണ്ടില്ലേ ഫില്ലിംഗ് ഒക്കെ ഉള്ളിലുള്ള. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ തന്നെ പഴയ കാലത്തൊക്കെ തട്ടുകടയിലല്ല, നമ്മൾ ചെറിയ ചായപ്പീടികയിലൊക്കെ നമ്മൾ ഏലാഞ്ചി കഴിച്ചിട്ടുള്ള ഓർമ്മയുണ്ടാവും ചില ആൾക്കാർക്കെങ്കിലും. അപ്പോൾ ആ ഒരു നൊസ്റ്റാൾജിയയിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കാം. നിങ്ങളുടെ കുട്ടികൾക്കൊന്നും ചിലപ്പോൾ ഈ ഒരു ഡിഷ് അറിയാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക്സ് എന്തായാലും കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ.